നമസ്കാരം. അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ് രാജിവെച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടത്. സത്യത്തിൽ CB ആനന്ദബോസിൻ്റെ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ മാറ്റിയിരുന്നു. ഇത്തരം ഗവർണർമാരെ മാറ്റിക്കൊണ്ട് രാഷ്ട്രപതിയുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നതാണ്. CB ആനന്ദബോസ് എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്നും ഇപ്പോൾ പടിയിറങ്ങുന്നത് എന്നത് ഏറെക്കുറെ ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ലാത്ത ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ഘടകങ്ങൾ ഒരുപക്ഷെ ഈ അവിടുത്തെ ഗവർണറെ മാറ്റാനുള്ള ഒരു കാരണമായേക്കാം. എന്തായാലും സംസ്ഥാനത്ത്, അതായത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനം, അതുപോലെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്ത് ഗവർണർമാരെ മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗവർണർമാരുടെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം അതിനു മുമ്പ് നടത്തുക എന്നുള്ളത് ഒരു കീഴ്വഴക്കമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഗവർണർമാരുടെ മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് കേരളത്തിലും ബീഹാറിലുമൊക്കെ ഗവർണർമാരുടെ മാറ്റം നടന്നത്. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാവുകയും ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതായത് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളുണ്ടാകും. അതിന് സൗകര്യാർത്ഥം ഗവർണർമാരെ മാറ്റുക എന്നുള്ളതാണ് ഒരു രീതി. ആ രീതി അനുസരിച്ചായിരിക്കണം ഇപ്പോൾ CB ആനന്ദബോസിനെ മാറ്റിയിരിക്കുന്നത്. CB ആനന്ദബോസിനെ ഒരുപക്ഷെ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് ഗവർണറായി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. അതുപക്ഷെ അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ട് അത് സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം എന്നാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. എന്തായാലും CB ആനന്ദബോസ് പശ്ചിമ ബംഗാളിൻ്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. വളരെയധികം ശ്രദ്ധേയനായ ഒരു ഗവർണറായിരുന്നു CB ആനന്ദബോസ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം അവിടെ പശ്ചിമ ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പല സമയങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം നിലപാടെടുത്തു. പല സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസത്ത കാത്തു സൂക്ഷിക്കുക, ഭരണഘടന അനുസൃതമായ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗവർണറുടെ ചുമതലയാണ്. അതല്ലാതെ വരുമ്പോൾ ഗവർണർക്ക് സർക്കാരുകളുമായി ഇടയേണ്ടുന്ന സാഹചര്യം വരാറുണ്ട്. മമതാ ബാനർജി സർക്കാരുമായും പല ഘട്ടങ്ങളിലും ഗവർണർക്ക് ഇടയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷയ്ക്ക് പോലും ആ സംസ്ഥാനത്ത് വലിയ വെല്ലുവിളി ഉയർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ ചില ജനകീയ നീക്കങ്ങൾ രാജ്ഭവനെ കൂടുതൽ ജനകീയമാക്കി. രാജ്ഭവനുള്ളിലേക്ക് ജനങ്ങൾക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് കയറി പരിശോധിക്കാം എന്നതടക്കമുള്ള, മാത്രമല്ല അപകടങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കാനായി രാജ്ഭവനിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് തുറക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം ശ്രദ്ധേയനായ ഒരു ഗവർണറാണ് അദ്ദേഹം. രാജ്ഭവൻ പശ്ചിമ ബംഗാളിൽ നിന്നും പടിയിറങ്ങുകയാണ്. പകരമെത്തുന്നത് RN രവിയാണ്. എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ അവിടെ കേന്ദ്രത്തിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ നീക്കത്തിൻ്റെ അർത്ഥം. പശ്ചിമ ബംഗാളിൽ നിന്നും CB ആനന്ദബോസ് പടിയിറങ്ങുമ്പോൾ പകരമെത്തുന്നത് ഏതാണ്ട് അതേ ഒരു വേവ് ലെങ്ത്തിലുള്ള ഒരു ഗവർണർ തന്നെയാണ്. ഒരുപക്ഷെ അല്പം കൂടി കർക്കശക്കാരനായ ഒരു ഗവർണർ തന്നെയാണ്. RN രവിയാണ് ഇനി പശ്ചിമ ബംഗാളിൽ എത്താൻ പോകുന്നത്. മമതാ ബാനർജിക്ക് അതൊരു വലിയ ഭീഷണിയായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ചും ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തിയാൽ അവിടെ ഇടപെടാൻ കർക്കശക്കാരനായ RN രവി ഉണ്ടാകും. അദ്ദേഹം തമിഴ്നാട്ടിൽ നടത്തിയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിൽ ദേശീയ ഗാനത്തെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നപ്പോഴെല്ലാം അദ്ദേഹം അതിനകത്ത് ഇടപെടുന്നു. സ്റ്റാലിൻ സർക്കാരിൻ്റെ അഴിമതി, അതുപോലെ തന്നെ മറ്റ് ഭരണഘടനാ വിരുദ്ധ നീക്കങ്ങൾ, ഇതിനെല്ലാം തടയിടാൻ RN രവിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഗവർണർമാർ പല സംസ്ഥാനങ്ങളിലും മാറുകയാണ്. ഈ മാറ്റം, വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ മാറ്റം ഇങ്ങനെയാണ്. അതായത് തമിഴ്നാട് ഗവർണർ RN രവി നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നു. CB ആനന്ദബോസിൻ്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചിട്ടുണ്ട്. വിനയ് കുമാർ സക്സേന ദില്ലിയുടെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു. അദ്ദേഹത്തെ ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചിരിക്കുന്നു. മാത്രമല്ല ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി മുൻ ഡിപ്ലോമാറ്റ് കൂടിയായ തരൺജിത് സിംഗ് സന്ധുവാണ് ഇപ്പോൾ നിയമിതനായിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഗവർണറായ ശിവപ്രതാപ് ശുക്ല അദ്ദേഹത്തെ തെലങ്കാനയിലെ ഗവർണറാക്കി മാറ്റിയിരിക്കുന്നു. തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ അദ്ദേഹത്തെ അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയിരിക്കുന്നു. മഹാരാഷ്ട്ര ഗവർണറായിരുന്ന CP രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതിയായി പോയത്. അപ്പോൾ അവിടെ ഒഴിവുണ്ട്. ആ സ്ഥാനത്തേക്കാണ് ജിഷ്ണു ദേവ് വർമ്മ ആ മഹാരാഷ്ട്രയിലേക്ക് മാറുന്നത്.
സീനിയർ ലീഡറായിട്ടുള്ള നന്ദകിഷോർ യാദവ് അദ്ദേഹത്തെ നാഗാലാൻഡിലെ ഗവർണറാക്കി നിയമിച്ചിട്ടുണ്ട്. ലഫ്റ്റനൻറ്റ് ജനറൽ സയ്യിദ് അത്ത ഹുസൈൻ അദ്ദേഹത്തെ ബീഹാറിലേക്ക് ഗവർണറായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിൽ അവിടെ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഗവർണറായിട്ടുള്ളത്. ഇപ്പോൾ ഈ സയ്യിദ് അത്ത ഹുസൈനെ ബീഹാറിലേക്ക് നിയമിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഹുസൈൻ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമല്ല. കവിന്ദർ ഗുപ്ത അദ്ദേഹമാണ് ലഡാക്കിൻ്റെ ഗവർണറായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഗവർണറാക്കി മാറ്റിയിരിക്കുന്നു. തമിഴ്നാട് അപ്പോൾ ഒഴിവ് വരുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ചുമതല കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കും നൽകിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലുമൊക്കെ നടക്കുന്നു. ഇവിടങ്ങളിലാണ് ഇപ്പോൾ ഗവർണർമാരുടെ ഒരു ഷഫ്ലിംഗ് രാഷ്ട്രപതി നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.